നമസ്കാരം. സഹകാര്യം ന്യൂസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ സഹകരണ മേഖല മുഖം മാറ്റുന്നു. കേരളത്തിന്റെ അടിസ്ഥാന വികസനത്തിൽ ചാലകശക്തിയാകാൻ പുതിയ സഹകരണ കുതിപ്പിന് സഹകരണ മേഖല ഒരുങ്ങുകയാണ്. സഹകരണ വ്യവസായ പാർക്കുകൾ തുടങ്ങാൻ കരട് മാർഗരേഖ തയ്യാറായി. സഹകരണ സംഘങ്ങൾക്ക് സംയുക്ത പദ്ധതിയായി വ്യവസായ പാർക്കുകൾ തുടങ്ങാമെന്നാണ് പ്രധാന നിർദ്ദേശം. അപേക്ഷയിൽ 1 മാസത്തിനുള്ളിൽ അനുമതി നൽകും. സഹകരണ സ്ഥാപനങ്ങൾക്ക് മാത്രമായോ സ്വകാര്യ സംരംഭകരെ ഉൾപ്പെടുത്തിയോ പാർക്ക് നടത്താം. സഹകരണ പാർക്കുകൾക്കായി പ്രത്യേക ഏകജാലക ബോർഡ് സ്ഥാപിക്കാമെന്നും കരട് മാർഗരേഖയിൽ പറയുന്നു. സഹകരണ സംഘങ്ങൾ സംയുക്തമായി ഫണ്ട് രൂപീകരിച്ച് പുതിയ പദ്ധതികൾ ഏറ്റെടുക്കാമെന്ന വ്യവസ്ഥ സഹകരണ നിയമത്തിൽ സർക്കാർ കൊണ്ടുവന്നിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇതേ രീതിയിൽ വ്യവസായ പാർക്കുകൾക്ക് അപേക്ഷ നൽകിയാലും അനുമതി നൽകാമെന്ന മാർഗരേഖ വ്യവസായ വകുപ്പ് തയ്യാറാക്കിയത്. പ്രാഥമിക സഹകരണ ബാങ്കുകളിൽ നിക്ഷേപ വായ്പാ അനുപാതം കുറവാണ്. മികച്ച ഫണ്ട് പദ്ധതികൾക്ക് ഉപയോഗപ്പെടുത്താനാണ് കൺസോർഷ്യം രൂപവൽക്കരിച്ച് പദ്ധതികൾ ഏറ്റെടുക്കാമെന്ന വ്യവസ്ഥ നിയമത്തിൽ കൊണ്ടുവന്നത്. എല്ലാ ജില്ലകളിലും സഹകരണ കൺസോർഷ്യത്തിലൂടെ വ്യവസായ പാർക്കുകൾ തുടങ്ങാൻ സഹകരണ വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. കണ്ണൂരിലായിരിക്കും ആദ്യം തുടങ്ങുക. സഹകരണ പാർക്കുകൾക്ക് 4 കോടി രൂപ സർക്കാർ സഹായം ലഭിക്കും. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ 2 കോടിയും കെട്ടിട സൗകര്യം ഒരുക്കാൻ 2 കോടിയും നൽകും. സ്വകാര്യ വ്യവസായ പാർക്കുകൾക്കുള്ള സാമ്പത്തിക സഹായവും മാനദണ്ഡങ്ങളുമാണ് സഹകരണ പാർക്കിനുമുള്ളത്. ഭൂമിയിൽ ഇളവ് അനുവദിച്ചിട്ടുണ്ട്. 10 ഏക്കർ ഭൂമിയെങ്കിലും ഉണ്ടെങ്കിലേ സ്വകാര്യ വ്യവസായ പാർക്കുകൾ തുടങ്ങാനാകൂ. നഗരസഭാ പരിധികളിൽ 4 ഏക്കർ ഭൂമിയും അതിൽ 2 ഏക്കർ സ്ഥലത്തെങ്കിലും നിർമ്മാണത്തിന് സൗകര്യമുണ്ടെങ്കിൽ സഹകരണ പാർക്കുകൾ അനുവദിക്കും. കുറുപ്പമ്പടി സർവീസ് സഹകരണ ബാങ്ക് ക്ലിപ്തം നമ്പർ E257, ഹെഡ് ഓഫീസ് കുറുപ്പമ്പടി, PO 683 545, ഫോൺ 9446963566. ബ്രാഞ്ചസ് കുറുപ്പമ്പടി ഹെഡ് ഓഫീസ് 9446963566, വൈക്കര 9633719781, പെരുമ്പാവൂർ 9048240781, പട്ടശ്ശേരി മനപ്പടി 9037840421, പട്ടാൽ 9037084241, കുറുപ്പമ്പടി ഈവനിംഗ് ബ്രാഞ്ച് 048425929940, വട്ടക്കാട്ടുപടി ബ്രാഞ്ച് 7994889632. കുറുപ്പമ്പടി സർവീസ് സഹകരണ ബാങ്ക് എറണാകുളം ജില്ലയിലെ ഒരു സൂപ്പർ ഗ്രേഡ് ബാങ്ക്. 240 കോടി നിക്ഷേപം, 155 കോടി വായ്പ, 25 ലക്ഷം വരെയുള്ള സലയുള്ള MBS പദ്ധതികൾ, ഒരുമയുടെ കരുത്ത് സാമൂഹ്യ സേവന പദ്ധതികൾ. കുഴുപ്പള്ളി സർവീസ് സഹകരണ ബാങ്ക് എല്ലാ വർഷവും നൽകി വരുന്ന അംഗങ്ങളുടെ മക്കളിൽ മികച്ച വിജയം നേടിയവർക്കുള്ള വിദ്യാഭ്യാസ പ്രോത്സാഹന അവാർഡ് വിതരണം നടത്തി. വിദ്യാഭ്യാസ അവാർഡ് വിതരണോദ്ഘാടനം KN ഉണ്ണികൃഷ്ണൻ MLA നിർവഹിച്ചു. MBBSന് മികച്ച വിജയം കൈവരിച്ച് കുമാരി പല്ലവി കൃഷ്ണയെയും BSc കെമിസ്ട്രിയിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയ കുമാരി കൃഷ്ണപ്രിയയെയും മീറ്റ് പ്രൊഡക്ട്സ് ഓഫ് ഇന്ത്യ ചെയർമാൻ EK ശിവൻ അനുമോദിച്ചു. പ്രസിഡന്റ് CK അനന്തകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. SSLCക്ക് 100% വിജയം കൈവരിച്ച സ്കൂളിനുള്ള അവാർഡ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തുളസി സോമൻ സെയിന്റ് അഗസ്റ്റിൻസ് HSന് നൽകി. LP വിഭാഗം വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ് KS നിബിൻ വിതരണം ചെയ്തു. വാർഡ് മെമ്പർ വർഷ ഹരീഷ്, ബാങ്ക് വൈസ് പ്രസിഡന്റ് K ഉണ്ണികൃഷ്ണൻ, ഭരണസമിതി അംഗങ്ങളായ ജിൻഷ കിഷോർ, KS ചന്ദ്രൻ, MP രാധാകൃഷ്ണൻ, ജിഷ ബിജു, ആൽബിൻ ജോയ്, PN സുരേഷ്, സെക്രട്ടറി VA അജയകുമാർ എന്നിവർ സംസാരിച്ചു. കടുങ്ങല്ലൂർ സഹകരണ ബാങ്ക്, പെട്രോനൈറ്റ്, LNG എന്നിവ ചേർന്ന് നടത്തിയ മെഗാ മെഡിക്കൽ ക്യാമ്പ് മന്ത്രി P രാജീവ് ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് TK ഷാജഹാൻ അധ്യക്ഷനായി. ന്യൂട്രീഷൻ കിറ്റ്, കണ്ണട എന്നിവ വിതരണവും ചെയ്തു. A അനിൽകുമാർ, SK സജീവ്, N സന്തോഷ് കുമാർ, ഡോക്ടർ ശ്രീവിദ്യ, ഡോക്ടർ വിജയകുമാർ, ഡോക്ടർ ഷാരോൺ തുടങ്ങിയവർ നേതൃത്വം നൽകി. ക്യാമ്പിൽ 300 പേർ പങ്കെടുത്തു. അത് ഏതെല്ലാം മുൻകൈ നടത്തുന്നു ആ പരിപാടിയെല്ലാം 100% അതിന്റെ ഫലപ്രാപ്തി എത്തിയിട്ട് മാത്രമേ അതിന്റെ ബാക്കി നടപടി ഉണ്ടാവുകയുള്ളൂ. അദ്ദേഹത്തെ ഞാൻ ഈ പരിപാടിയിലേക്ക്, ഈ വേദിയിലേക്ക് പരസ്പരം സ്വാഗതം ചെയ്യുന്നു. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഡോക്ടേഴ്സുണ്ട്, അതുപോലെ തന്നെ നമ്മളുടെ ബാങ്ക് ഡെവലപ്മെന്റ് മെമ്പർമാരുണ്ട്. എല്ലാവരെയും ഈ പരിപാടി സ്വർണ്ണ പരിശോധന പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു. സഹകരണ സ്ഥാപനങ്ങളിലെ പ്രധാന വായ്പാ പദ്ധതിയായ സ്വർണ്ണ പണയ വായ്പ പലപ്പോഴും സംഘത്തിനും ജീവനക്കാർക്കും കുരുക്കായി മാറാറുണ്ട്.
സ്വർണത്തിന്റെ മൂല്യനിർണ്ണയത്തിലെ പോരായ്മകൾ, പരിശീലനം സിദ്ധിച്ച ജീവനക്കാരുടെ കുറവ് എന്നിവയാണ് സംഘങ്ങൾ നേരിടുന്ന പ്രശ്നം. ഈ രംഗത്ത് സഹകരണ ബാങ്കുകളിലെ ജീവനക്കാർക്ക് പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായി സ്പോട്ട് പരിശീലന ക്ലാസുകൾ ആരംഭിച്ചു. കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന സഹകാര്യം കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് സർവീസസ് കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടി സർവീസ് സഹകരണ ബാങ്കിൽ സ്വർണ്ണ പരിശോധന പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു. സ്വർണ്ണ നിയമങ്ങൾ, റിസ്ക് ലേല നടപടികൾ, ഗോൾഡ് ഇൻഷുറൻസ്, സഹകരണ രജിസ്ട്രാർ ഈ കാര്യത്തിൽ പുറപ്പെടുവിച്ച സർക്കുലറുകൾ എന്നിവ സംബന്ധിച്ച് PH സാബു ക്ലാസ് എടുത്തു. അംഗീകൃത അപ്രൈസർ KS സദാനന്ദൻ പ്രാക്ടിക്കൽ ക്ലാസിന് നേതൃത്വം നൽകി. ക്ലാസിൽ പങ്കെടുത്തവർക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ്, ഭരണസമിതി അംഗങ്ങൾ എന്നിവർ സന്നിഹിതരായി. നാഗലശ്ശേരി സഹകരണ ബാങ്കിന്റെ വജ്രജൂബിലി ആഘോഷങ്ങൾ മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് PM ആര്യൻ അധ്യക്ഷനായി. സെക്രട്ടറി N കൃഷ്ണകുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. അന്തരിച്ച മുൻ പ്രസിഡന്റുമാരുടെയും സെക്രട്ടറിമാരുടെയും ഫോട്ടോ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PP റജീന അനാച്ഛാദനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് VV ബാലചന്ദ്രൻ, മുൻ ഡയറക്ടർമാരെയും ജോയിന്റ് ഡയറക്ടർ P വിജയലക്ഷ്മി, വിരമിച്ച സെക്രട്ടറിമാരെയും ആദരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PV പ്രിയ, +2 ഉന്നത വിജയികളെയും വൈസ് പ്രസിഡന്റ് KV പരമേശ്വരൻ SSLC ഉന്നത വിജയികളെയും അനുമോദിച്ചു. ലൈബ്രറി കൗൺസിൽ ജില്ലാ നിർവാഹക സമിതി അംഗം VK ചന്ദ്രൻ, AM രാജൻ, KV സുന്ദരൻ, VP ഐദ്രു, A കുട്ടിനാരായണൻ, V ഗംഗാധരൻ, VP അഷറഫ്, VP രാജൻ, O രാജൻ, P ശ്രീധരൻ എന്നിവർ സംസാരിച്ചു. ആദ്യകാല പ്രവർത്തകരെയും മുൻ പ്രസിഡന്റുമാരെയും വിരമിച്ച ജീവനക്കാരെയും 100% വിജയം നേടിയ നാഗലശ്ശേരി ഗവൺമെന്റ് ഹൈസ്കൂളിനെയും ആദരിച്ചു. നെടുപുഴ സഹകരണ ബാങ്കിലെ അംഗങ്ങളുടെ മക്കളിൽ SSLC +2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും A+ നേടിയവർക്കുള്ള പുരസ്കാര വിതരണവും സ്കൂളുകൾക്കുള്ള സഹായ വിതരണവും മന്ത്രി K രാജൻ നിർവഹിച്ചു. ബാങ്ക് പ്രസിഡന്റ് E സുനിൽകുമാർ അധ്യക്ഷനായി. കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK ഷാജൻ, കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് വെൽഫെയർ ബോർഡ് അംഗം K രവീന്ദ്രൻ, ബാങ്ക് വൈസ് പ്രസിഡന്റ് A ശിവദാസൻ, ബാങ്ക് സെക്രട്ടറി ലക്ഷ്മിപ്രിയ, PA പുരുഷോത്തമൻ, MK ബാലകൃഷ്ണൻ, VV സഹദേവൻ, PP ഡേവിസ്, PR കണ്ണൻ, A സജീവ്, MV അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. തൃശൂർ ഡിസ്ട്രിക്ട് പാലിയേറ്റീവ് നഴ്സസ് അസോസിയേഷനിലെ അംഗങ്ങളുടെ മക്കളിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ അനുമോദിച്ചു. CITU കേന്ദ്ര വർക്കിംഗ് കമ്മിറ്റി അംഗം PK ഷാജൻ ഉപഹാരം വിതരണം ചെയ്തു. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് രാഗി അശോക് അധ്യക്ഷയായി. സെക്രട്ടറി ജാൻസി ജേക്കബ്, ഷബിനി ലിജേഷ്, പ്രിയ ജയപ്രകാശ് എന്നിവർ സംസാരിച്ചു. ഒക്കൽ സർവീസ് സഹകരണ ബാങ്ക് ജൈവ രീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന നെല്ലിൽ നിന്നും തയ്യാറാക്കിയ ഉണക്കലരിയും ആയുർവേദ വിധി പ്രകാരം 37-ൽ പരം ഔഷധങ്ങൾ ചേർന്ന മരുന്നുകൂട്ടും അടങ്ങിയ കഞ്ഞിക്കിറ്റിന്റെ വിതരണം ആരംഭിച്ചു. ഔഷധ കഞ്ഞിക്കൂട്ടിന്റെ വിതരണോദ്ഘാടനം യോഗാചാര്യ ശ്രീമതി അജിത നാഥ് മധു നിർവഹിച്ചു. ബാങ്ക് വൈസ് പ്രസിഡന്റ് ശ്രീ KP ലാലു അധ്യക്ഷനായി. ഭരണസമിതി അംഗങ്ങളായ ശ്രീ KD ഷാജി, ശ്രീ PB ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി ശ്രീമതി TS അഞ്ജു എന്നിവർ പങ്കെടുത്തു. പെരുമ്പാവൂരിൽ പ്രവർത്തിക്കുന്ന കോപ്പ് മാർട്ട്, ബാങ്ക് ഫ്രണ്ട് ഓഫീസ്, വല്ലം ബ്രാഞ്ച്, ജൈവ കലവറ, ബാങ്കിന് സമീപമുള്ള പച്ചക്കറി സ്റ്റാൾ, നീതി മെഡിക്കൽ സ്റ്റോർ, വിവിധ സഹകരണ സ്റ്റോറുകൾ എന്നിവിടങ്ങളിൽ കഞ്ഞിക്കിറ്റ് ലഭ്യമാണ്. മരങ്ങാട്ടുപള്ളി സർവീസ് സഹകരണ ബാങ്ക് കഴിഞ്ഞ മാർച്ച് മാസത്തിൽ നടന്ന SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവർക്കും വിവിധ യൂണിവേഴ്സിറ്റി പരീക്ഷകളിൽ റാങ്ക് നേടിയവർക്കുമുള്ള ക്യാഷ് അവാർഡും മെമന്റോയും വിതരണം നടത്തി. ബാങ്ക് പ്രസിഡന്റ് MM തോമസ് മേൽവട്ടത്തിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ജോസ് K മാണി MP അവാർഡുകൾ വിതരണം ചെയ്തു. മീനച്ചിൽ താലൂക്കിലെ മികച്ച അധ്യാപകനായി തിരഞ്ഞെടുത്ത AG ഷിനുമോൻ ആനത്താരക്കലിനെ ക്യാഷ് അവാർഡും പ്രശസ്തി പത്രവും ഫലകവും നൽകി ആദരിച്ചു. ചടങ്ങിൽ മീനച്ചിൽ സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ ജോൺസൺ പുളിക്കൽ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ PM മാത്യു, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷ രാജു, ഭരണസമിതി അംഗങ്ങളായ നിർമ്മല ദിവാകരൻ, സിൽബി ജെയ്സൺ, ബാങ്ക് സെക്രട്ടറി ജോജിൻ മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. നിങ്ങൾ ഏത് സ്ട്രീം എടുത്താലും, അത് എഞ്ചിനീയറിംഗ് ആകട്ടെ, ഡോക്ടർ ആകട്ടെ, സയൻസ് ആകട്ടെ, കൊമേഴ്സ് ആകട്ടെ, എപ്പോഴും ഏതെങ്കിലും നമുക്ക് നമ്മുടെ പിയർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ പഠിച്ചവർ ചിലപ്പം അല്ലെങ്കിൽ സീനിയേഴ്സ് എടുത്ത സ്ട്രീം കാണും, സബ്ജക്റ്റുകൾ കാണും, അതല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ ഉപദേശിച്ചത് കാണും. അതൊക്കെ ഉപദേശമൊക്കെ കേട്ടോളൂ. പക്ഷേ നിങ്ങളോട് തന്നെ ഒന്ന് ചോദിക്കണം, നിങ്ങൾക്ക് എന്താകണം എന്നുള്ളത്. അതായിരിക്കണം നിങ്ങളുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ. അതല്ലെങ്കിൽ നിങ്ങൾ എഞ്ചിനീയർ ആയാലും ഡോക്ടർ ആയാലും IAS ആയാലും അധ്യാപകനായാലും എൻഡ് ഓഫ് ദ ഡേ നിങ്ങളോട് തന്നെ ചോദിക്കുകയാണ്, ആർ യു സാറ്റിസ്ഫൈഡ് വിത്ത് ദിസ് ജോബ്? നിങ്ങളുടെ ഈ ഉദ്യോഗം കൊണ്ട് അല്ലെങ്കിൽ ബിസിനസ് കൊണ്ട് നിങ്ങൾക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഒരു സംതിങ് മിസ്സിങ് കാണും. ചിലപ്പോൾ പൂർണ്ണമായിട്ട് നമുക്ക് കിട്ടിയില്ല എന്ന് പറയും. അതുകൊണ്ട്
നമുക്ക് നമ്മുടെ എക്സെപ്ഷണൽ ആയിട്ടുള്ള പെർഫോമൻസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ യു ഷുഡ് ആസ്ക് യുവർ സെൽഫ്, അല്ലെ, ഉള്ളിലേക്ക് ചോദിക്കാൻ നിങ്ങൾക്ക് എന്താകണം എന്നുള്ളത്. ദാറ്റ്സ് എ ടൈം നൗ. അത് ഉള്ളിൽ നിന്ന് പ്രോംപ്റ്റ് ചെയ്യും ഇന്നതായിക്കോ എന്നുള്ളത്. അതിലേക്ക് നമ്മൾ ഏറ്റെടുക്കുകയും അത് ചെന്നെത്തുവാനായിട്ടുള്ള ഒരു തീവ്രമായ ഒരു ശ്രമം മാത്രമല്ല, അതിനൊരു പാഷനും കൂടെ ഉണ്ടാകണം.